ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 8th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലനവും ബലവും എന്ന ചാപ്റ്ററിൻ്റെ വിലയിരുത്താമിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ്. അപ്പം സമയം ഒട്ടും കളയാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു കാർ എയിൽ നിന്ന് പുറപ്പെട്ട് 75 മീറ്റർ അകലെയുള്ള ബി എന്ന ബിന്ദുവിൽ എത്തുന്നു. ഇവിടെ ഒരു കാർ ഉണ്ട്. എ എന്ന് പറയുന്ന പോയിന്റ് നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്, ബി എന്ന് പറയുന്ന പോയിന്റിലാണ് എത്തിയിട്ടുള്ളത്. എത്ര മീറ്റർ ആണ് അത് സഞ്ചരിച്ചിട്ടുള്ളത്? 75 മീറ്റർ ആണ് അത് സഞ്ചരിച്ചിട്ടുള്ളത്. കാറിന്റെ വേഗം 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് ബിയിലേക്ക് ആ കാറ് പോയത് 75 മീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത്. ആ കാറിന്റെ വേഗം 25 മീറ്റർ പെർ സെക്കൻഡും ആണ്. 30 മീറ്റർ പെർ സെക്കൻഡ് വേഗമുള്ള മറ്റൊരു കാർ എയിൽ നിന്ന് പുറപ്പെട്ട് സിയിൽ കൂടി ബിയിലെത്തുന്നു. ഒരു കാറ് എന്ന് ബിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോയി. വേറൊരു കാറുണ്ട് എന്ന് സിയിൽ പോയിട്ടാണ് എന്ത് ബിയിലേക്ക് തിരിച്ചെത്തിയത്. ആ കാറിന്റെ വേഗം എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് കാർ ആയിരിക്കും ആദ്യം ബിയിലെത്തുക? ഈ ഒരു ചിത്രം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ പറയണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഏത് കാറാണ് ആദ്യം എത്തുക? ഇപ്പൊ ഒരു ഓട്ടോ മത്സരത്തില് ആരാണ് ആദ്യം എത്തിയത് നമ്മൾ നോക്കുക എങ്ങനെയാ? ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഓടിയെത്തിയ ആളെയാണ് നമ്മൾ വിജയിയായിട്ട് പറയാം, അല്ലെ? അതേപോലെ തന്നെ നമുക്കിവിടെ സമയം കണ്ടുപിടിക്കാം രണ്ട് കാറിൻ്റെയും. ഇവിടെ ആദ്യത്തെ കാറിന് ഫസ്റ്റ് കാർ എന്ന് കൊടുക്കുന്നുണ്ട് അല്ലെ? ഫസ്റ്റ് കാറിന്റെ ടോട്ടൽ ദൂരം എത്ര എടുത്തിട്ടുണ്ട്? ദൂരം = 75 മീറ്റർ ആണ് അല്ലെ? അതിന്റെ വേഗം എത്രയാണ് കിട്ടിയിട്ടുള്ളത്? വേഗം = എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡുമാണ് അല്ലെ? ഇനി രണ്ടാമത്തെ കാറ്, സെക്കൻഡ് കാർ എന്ന് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് കാറിന്റെ ദൂരം എത്രയാണ്? ദൂരം = അതെങ്ങനെയാണ് പോയത്? എയിൽ നിന്ന് സിയിലേക്ക് പോയി, എന്നിട്ട് സിയിൽ നിന്ന് ബിയിലേക്ക് തിരിച്ചു വന്നു അല്ലെ? അപ്പൊ എത്രയാണ്? ഈ 50 പ്ലസ് ഈ ഒരു 70 വരും അല്ലെ? ദൂരം എത്ര വരും? 50 പ്ലസ് 70 എത്ര വരും? 120 മീറ്റർ ആണ് നമ്മളുടെ കാറ്, രണ്ടാമത്തെ കാറ് സഞ്ചരിച്ചിട്ടുള്ളത് അല്ലെ? ഇതിന്റെ വേഗം എത്രയാണ്? അതിന്റെ വേഗം = 30 മീറ്റർ പെർ സെക്കൻഡും ആണ് അല്ലെ? ഇനി എന്ത് ചെയ്യുക? സമയം കണ്ടുപിടിക്കുക ആദ്യത്തെ കാറിന്റെ. നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലെ? വേഗം = ദൂരം ബൈ സമയം അല്ലെ? ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് സമയത്തിന് എങ്ങനെ കാണാം? സമയത്തിനെ എങ്ങനെ കാണാം? ദൂരത്തിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? വേഗം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് സമയം അല്ലെ? ഇവിടുത്തെ ദൂരം എത്രയാ? 75 ബൈ വേഗം എത്രയാ? 25 അല്ലെ? 75/25 എത്രയാ? 3 എന്ന് കിട്ടും അല്ലെ? 3 സെക്കൻഡ് അല്ലെ? സമയമായോണ്ട് സെക്കൻഡ് എന്ന് കൊടുത്തു. ഇനി രണ്ടാമത്തെ കാറിന്റെ സമയം നോക്കാം. T = ദൂരം അല്ലെ? ദൂരം ബൈ വേഗം. ഇവിടുത്തെ ദൂരം എത്രയാ? 120 ആണ്. വേഗം എത്രയാ? 30 ആണ് അല്ലെ? ഈ 0 വെട്ടി 12/3 എത്രയാ? 4 സെക്കൻഡ് എന്ന് കിട്ടും അല്ലെ? അപ്പൊ നോക്കിക്കോളൂ, ആദ്യത്തെ കാറ് എന്ന് ബിയിലേക്ക് എത്തിയ 3 സെക്കൻഡ് കൊണ്ടാ. രണ്ടാമത്തെ കാറ് എന്ന് ബിയിലേക്ക് എത്തിയ എത്ര സെക്കൻഡ് കൊണ്ടാ? 4 സെക്കൻഡ് കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ ഏത് കാർ ആയിരിക്കും ആദ്യം എത്തിയിട്ടുള്ളത്? യെസ്, നമുക്ക് പറയാനായിട്ട് പറ്റും, നമ്മളുടെ ഫസ്റ്റിലത്തെ കാറാണ് ആദ്യം ബിയിൽ എത്തിയിട്ടുള്ളത് അല്ലെ? ക്ലിയർ ആയില്ലേ? യെസ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബസ് സിയിൽ നിന്നും പുറപ്പെട്ട് 17 സെക്കൻഡ് കൊണ്ട് ഡി എന്നൊരു ബിന്ദുവിൽ എത്തുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ബസ്സാണ് അല്ലെ? ഒരു ബസ് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് നിന്ന് തുടങ്ങി ഡിയിലേക്ക് എത്തി. എത്ര സമയം കൊണ്ട്? സമയം എത്ര ആണ്? 17 സെക്കൻഡ് കൊണ്ടാണ് സി നിന്ന് ഡിയിലേക്ക് എത്തിയിട്ടുള്ളത്. ബസിന്റെ സമവേഗം 5 മീറ്റർ പെർ സെക്കൻഡും ആണ്. ബസിന്റെ വേഗം എത്രയാണ് തന്നിട്ടുള്ളത്? വേഗം = എത്രയാണ് തന്നിട്ടുള്ളത്? 5 മീറ്റർ പെർ സെക്കൻഡും ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിയിൽ നിന്നും എത്ര ദൂരെയാണ് ഡി എന്ന് കണ്ടെത്തുക. ദൂരമാണ് കാണേണ്ടത് അല്ലെ? നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ? എന്താണ്? വേഗം = ദൂരം ബൈ സമയമാണ്. അപ്പൊ ദൂരത്തിനെയാണ് നമുക്ക് കാണേണ്ടത് അല്ലെ? ദൂരത്തിനെ കാണാൻ എന്ത് ചെയ്യുക? വേഗത്തിനെ സമയം കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്താലും മതി അല്ലെ? ഇൻറ്റു ചെയ്താൽ മതി അല്ലെ? വേഗം എത്രയാ നമുക്ക്? 5 ഇൻറ്റു സമയം എത്രയാ? 17. 17 ഇൻറ്റു 5 എത്രയാ? 7×5 = 35. 3 മേലെ പോയി 5 1 5
ഒരഞ്ച് 5, 5+3 8 അല്ലേ? അപ്പൊ എത്ര കിട്ടും? 85. ദൂരമായതുകൊണ്ട് യൂണിറ്റ് എന്തിടും? മീറ്റർ എന്നിടും അല്ലേ? അപ്പൊ എന്ത് കിട്ടി? 85 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 12,000 മീറ്റർ അകലെ നിന്നുള്ള ഇടിമുഴക്കം നമുക്ക് കേൾക്കാൻ എത്ര സമയം വേണ്ടി വരും? അല്ലെ? എന്താണ്? 12,000 മീറ്റർ അകലെ നിന്നുള്ള ഇടിമുഴക്കം നമുക്ക് കേൾക്കാൻ എത്ര സമയം വേണമെന്നാണ് ചോദിക്കുന്നത് അല്ലെ? ഇവിടെ ദൂരം തന്നിട്ടുണ്ട് അല്ലെ? ദൂരം എത്രയാണ് തന്നിട്ടുള്ളത്? 12,000 ആണ് തന്നിട്ടുണ്ട് അല്ലെ? പിന്നെ എന്താ തന്നിട്ടുള്ളത്? ശബ്ദത്തിന്റെ വേഗം തന്നിട്ടുണ്ട് അല്ലെ? വേഗം എത്ര തന്നിട്ടുള്ളത്? 340 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ചില സമയത്ത് ക്വസ്റ്റ്യനിൽ ഈ ശബ്ദത്തിന്റെ വേഗം തരൂല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വേഗം, ശബ്ദത്തിന്റെ വേഗം 340 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ചില ക്വസ്റ്റ്യനിൽ എന്ത് തരൂല? ശബ്ദത്തിന്റെ വേഗം തരൂല. അതുകൊണ്ട് അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് സമയം കണ്ടുപിടിക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താ? വേഗം is equal to ദൂരം ബൈ സമയമാണ് അല്ലെ? വേഗം is equal to ദൂരം ബൈ സമയം. സമയത്തിന് എങ്ങനെ കാണാം? സമയത്തിനെ കാണണമെങ്കിൽ ദൂരത്തിനെ എന്തുകൊണ്ട് ഹരിക്കുക? വേഗം കൊണ്ട് ഹരിക്കുക അല്ലെ? ദൂരം എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 12,000 ആണ്. ബൈ വേഗം 340 അല്ലെ? 12,000 ബൈ 340 എത്ര കിട്ടും? ഈ 0 വെട്ടിക്കഴിഞ്ഞാൽ 1200 ആവും. ഇത് 34 ആവും അല്ലെ? 34ന്റെ ഒരു 3 പോവോ നോക്കാം നമുക്ക് മുമ്പ്. യെസ്, 3 പോവും അല്ലെ? അപ്പൊ 3 വന്ന് ഇവിടെ എത്ര വരും? 102 വരും. 120 102 കുറച്ചാൽ 18 വരും അല്ലെ? ഈ 0 ഇറക്കിയിട്ട് 34ല് 180 എത്ര പ്രാവശ്യം പോവും നമുക്ക് നോക്കാം. 5 പ്രാവശ്യം പോവോ? യെസ്, 5 പ്രാവശ്യം പോകും. അത് എത്ര കിട്ടും? 170 കിട്ടും അല്ലെ? 5 പ്രാവശ്യം പോയാൽ 170 കിട്ടും. 180 170 കുറച്ചാൽ 10 ബാലൻസ് ഒരു 0 ഇറക്കിയിടാം അല്ലെ? അപ്പൊ എന്ത് വരും? ഏകദേശം 3 വരൂല. ഇനി എന്ത് വരും? 2 ആയിരിക്കും വരും അല്ലെ? 2 അല്ലെ? അത്ര മതി. അപ്പോൾ എത്ര സമയം കൊണ്ടാണ് എത്തുക? 35.2 സെക്കൻഡ് കൊണ്ടാണ് 12,000 മീറ്റർ അകലെയുള്ള ഇടിമുഴക്കം നമ്മൾ കേൾക്കുക. ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ തന്നിരിക്കുന്ന പദസൂര്യൻ പൂർത്തിയാക്കുക അല്ലെ? ബലം കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമെന്ന് നമ്മൾ പഠിച്ച കാര്യം അല്ലെ? എന്തൊക്കെയാണ്? ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ നിശ്ചലമാക്കുന്നു അല്ലെ? എന്താണ്? ഒരു മിനിറ്റ്, ഇതൊന്ന് ചെറുതായിക്കോട്ടെ. ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നിശ്ചലാവസ്ഥയിലാക്കാനായിട്ട് പറ്റും. ചലനം ടു നിശ്ചലം എഴുതുന്നുണ്ട് കേട്ടോ. ചലനം ടു നിശ്ചലത്തിലേക്ക് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താക്കാനായിട്ട് പറ്റും? നിശ്ചലാവസ്ഥയിലുള്ളതിനെ അല്ലെ? നിശ്ചലാവസ്ഥയിലുള്ളതിനെ എന്തിലേക്ക് ആക്കാനായിട്ട് പറ്റും? ചലനാവസ്ഥയിലേക്കാക്കി മാറ്റാനായിട്ട് പറ്റും അല്ലെ? അതേപോലെ തന്നെ നമുക്ക് ഒരു വസ്തുവിന്റെ വേഗം കൂട്ടാനായിട്ട് പറ്റും അല്ലെ? എന്ത് ചെയ്യാനായിട്ട് പറ്റും? വേഗം കൂട്ടാൻ പറ്റും. വേഗം കൂട്ടാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? വേഗം കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ? വേഗം കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ദിശ മാറ്റാനായിട്ട് പറ്റും അല്ലെ? ദിശ മാറ്റാനായിട്ട് പറ്റും. ദിശ മാറ്റാനായിട്ട് പറ്റും. പിന്നെ എന്താ? ആകൃതി മാറ്റാനായിട്ട് പറ്റും അല്ലെ? എന്താണ്? ആകൃതി മാറ്റാനായിട്ട് പറ്റും. ആകൃതി മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല. ഇതന്നെ നിങ്ങളുടെ എന്തെന്നാ നിത്യജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് എടുത്ത് എഴുതാനായിട്ട് പറ്റുന്നേ ഉള്ളൂ അല്ലെ? നമ്മൾ ബലം കൊടുത്തിട്ട് ഒരു വസ്തുവിനെ ചലിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബലം കൊടുത്തിട്ട് ചലിക്കുന്ന വസ്തുവിനെ നമ്മൾ നിൽപ്പിക്കുന്നുണ്ട്, അല്ലെ ബലം കൊടുത്തിട്ട് എന്താ ഷേപ്പ് മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ദിശ മാറ്റുന്നുണ്ട്. പിന്നെ സ്പീഡിൽ സ്പീഡ് വേഗം കൂട്ടാനായിട്ട് പറ്റുന്നുണ്ട്, വേഗം കുറക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ? അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ബലം കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതുവരെ എടുത്തത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.